ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐറൂസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് ഗോതമ്പ് മാവ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഐസ്ക്രീമാണ്. നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നല്ല അടിപൊളി ഒരു ജോയ് ഐസ്ക്രീമിൻ്റെ ടേസ്റ്റിൽ തന്നെ നമുക്കൊരു ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് മാവ് എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാര, അതായത് ഒരു 8 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ്, വേണമെങ്കിൽ അളവ് കുറയ്ക്കാം. പിന്നീട് ഞാൻ 1 ഗ്ലാസ് പാലെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഗ്ലാസ് ആണ്, അതിൽ നിറച്ചും ഞാൻ പാലെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ബട്ടർ 1-2 ടേബിൾ സ്പൂൺ ചേർക്കാം. അത് നല്ല ഒരു ഫ്ലേവറും ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 2-3 ചെറിയ ഏലക്ക, പിന്നെ വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ഗോതമ്പ് പൊടി ഉണ്ടല്ലോ, 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മളിപ്പോൾ എടുത്തു വെച്ചിരുന്ന ആ പാലിൽ നിന്ന് ഒരു 2 ടീസ്പൂൺ പാലൊഴിച്ച് ഇതൊന്ന് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. കാരണം ഇത് നേരിട്ട് നമ്മൾ പാലിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കട്ട പിടിക്കാൻ ചാൻസ് ആണ്. നന്നായിട്ട് ഞാനിത് കലക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു പാന് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരുന്ന പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് അടുത്തതായിട്ട് ഈ പാലിൽ നമ്മൾ എടുത്തു വെച്ചിരുന്ന 8 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്നൊന്ന് മെൽറ്റ് ആവണം. നമ്മൾ പഞ്ചസാര പൊടിച്ചല്ല ചേർക്കുന്നത്, അല്ലാതെ തന്നെ ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നന്നായിട്ട് ഇപ്പം മെൽറ്റ് ആയിട്ടുണ്ട്. ഒരു ജസ്റ്റ് ഒരു തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലേക്ക് കലക്കി വെച്ചിരുന്ന ഗോതമ്പ് മാവ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് പേസ്റ്റാക്കി വെച്ച ഗോതമ്പ് മാവിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മൾ കട്ടയൊന്നും ആവാതെ ഇങ്ങനെ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു തിക്നെസ്സിൽ നമുക്കിത് കിട്ടണം. ഇനി ഇത് തണുക്കാനായിട്ടൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുക. മാവ് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയുടെ ജാറിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ജാറിലേക്ക് അതിൻ്റെ മിക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ബട്ടർ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ബട്ടർ ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്, ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് നമുക്ക് ബട്ടറിൽ നിന്നും കിട്ടും. പിന്നീട് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ വാനില ഐസ്ക്രീം ആണല്ലോ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ എടുത്തു വെച്ചിരുന്ന 3 ഏലക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിനെ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കുക. ഒരു 3 മിനിറ്റെങ്കിലും ഇത് നന്നായിട്ട് നമ്മൾ അടിച്ചെടുക്കുക. അപ്പം നമ്മുടെ ഐസ്ക്രീം ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് നമുക്ക് കട്ടിയായിട്ട് കിട്ടണമല്ലോ. അപ്പം നമുക്കൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ച് ഫ്രീസറിൽ ഒരു 8 hours വെക്കുക. ഐസ്ക്രീമിൻ്റെ മിക്സ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഇപ്പോൾ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതങ്ങ് അടച്ച് വെക്കണം. ഇതേപോലൊരു അടപ്പുള്ള ഒരു പാത്രം വേണം നമ്മൾ എടുക്കേണ്ടത്. ഇച്ചിരി കട്ടിയാക്കി ഐസ്ക്രീമിൻ്റെ ആ ഒരു രൂപത്തിൽ വെക്കണമെങ്കിൽ നമ്മളൊരു 8 hours. പിന്നെ ഓരോരുത്തരുടെ ഫ്രിഡ്ജിൻ്റെ തണുപ്പ് അനുസരിച്ചിരിക്കും ഇത് കട്ടിയാവുന്നതും കട്ടിയാവാത്തതും ഒക്കെ. അപ്പോൾ നമുക്കൊരു 8 മണിക്കൂറിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. ഐസ്ക്രീം ഇപ്പോൾ 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പുറത്തെടുത്തു. നല്ല കട്ടിയായിട്ടിരിപ്പുണ്ട്. ഒരുപാടങ്ങ് കട്ടിയായിട്ടില്ല. 8 hours ആയപ്പോഴത്തേക്ക് കറക്റ്റ് ഐസ്ക്രീമിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു റെസിപ്പിയുമായി കാണുന്നിടം വരേക്കും